നേരെ പശ്ചിമ ബംഗാളിലേക്കാണ് പോകുന്നത്. അവിടെ അന്തരിച്ച CPM നേതാവിൻ്റെ വസതിയിൽ നിന്ന് തലയോട്ടികളും അതോടൊപ്പം തന്നെ അസ്ഥികളും കണ്ടെത്തിയിരിക്കുകയാണ്. 1980 മുതൽ 2011 വരെയുള്ള കാലയളവിൽ വ്യാപകമായ രാഷ്ട്രീയ സംഘർഷം പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരുന്നു. അന്ന് CPM ആണ് പശ്ചിമ ബംഗാളിൽ അധികാരത്തിലിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നടന്ന രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഭാഗമായി അവിടെ കുഴിച്ചിട്ട സ്ഥലത്താണോ ഇയാൾ വീടുകൾ പണിതത് എന്നൊക്കെയുള്ള വലിയ വാർത്തകൾ, ആശങ്കകൾ ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നു. പശ്ചിമ ബംഗാളിലെ TMC ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ജിഷ്ണു കൃഷ്ണൻ വിശദാംശങ്ങൾ നൽകാൻ തയ്യാറാണ്. ജിഷ്ണു, ഈ 1980 മുതൽ 2011 വരെയുള്ള കാലഘട്ടമെന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും വലിയ സംഘർഷങ്ങൾ നടന്ന കാലഘട്ടമാണ്. അതായത് ജ്യോതി ബസുവും അതിനുശേഷം ബുദ്ധദേവ് ഭട്ടാചാര്യയും ഒക്കെ മുഖ്യമന്ത്രിയായിരുന്ന സമയം. അപ്പോൾ അന്ന് CPM തന്നെയാണ് ഈ കൊലക്കത്തി രാഷ്ട്രീയം ബംഗാളിൽ നടത്തിയിരുന്നത്. സ്വാഭാവികമായിട്ടും കൊന്നതിന് ശേഷം വീടിനകത്തോ അല്ലെങ്കിൽ വീടിൻ്റെ സൈഡിലോ ഒക്കെ ഈ ശരീരങ്ങൾ രാഷ്ട്രീയ എതിരാളികളുടെ ശരീരം കുഴിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അതിൻ്റെയൊക്കെ അസ്ഥിയും അതുപോലെ തന്നെ മറ്റ് ശരീരഭാഗങ്ങളുമൊക്കെയാണോ ഇപ്പോൾ ഈ പുറത്തേക്ക് വരുന്നത്? ഗൗതം, അത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നിലവിൽ ബംഗാൾ പോലീസ് നടത്തിവരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ ബംഗാളിലെ CPMൻ്റെ കൊലക്കത്തി രാഷ്ട്രീയത്തിൻ്റെയും ക്രൂരതയുടെയും ഭാഗ്യപത്രമാണ് ഈ അസ്ഥികളും തലയോട്ടികളും എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ ആരോപണമായി തൃണമൂലും BJPയും എല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ബംഗാളിൽ നോർത്ത് 24 പർഗാനസിൽ അശോക് നഗറിൽ അന്തരിച്ച CPM നേതാവിൻ്റെ വസതി പുനർനിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ അത് നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾക്കിടെയാണ് വീടിൻ്റെ അടിയിൽ നിന്ന്, തറഭാഗത്തിൻ്റെ അടിയിൽ നിന്ന് ഇത്തരത്തിൽ നിരവധി തലയോട്ടികളും അസ്ഥികളും കണ്ടെത്തിയിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ, അതായത് 1980 മുതൽ 2011 വരെ ഈ അശോക് നഗർ മേഖലയിലെ പ്രമുഖ CPM നേതാവും അവിടെ ഭരണത്തിൻ്റെ തണലിൽ പ്രാദേശികമായി ഭരണം പോലും നടത്തിയിരുന്ന നേതാവായിരുന്നു ഈ അന്തരിച്ച CPM നേതാവ് ബിജൻ മുഖർജി എന്നുള്ളതാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും അവിടെ നടന്നിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളും 1980 മുതൽ 2011 വരെ കാണാതായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പ്രവർത്തകരുടെയും കേസുകൾ കേന്ദ്രീകരിച്ചാണ് ഈ വിഷയം അന്വേഷിക്കുന്നത്. 30 വർഷത്തോളം നീണ്ട ബംഗാളിൻ്റെ കലുഷിതമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയധികം ക്രൂരത നിറഞ്ഞിട്ടുള്ള CPM ഭരണം എന്തൊക്കെയാണ് പശ്ചിമ ബംഗാളിൽ ബാക്കി വെച്ചത് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന വസ്തുതയാണ്. നീണ്ടുനിന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ, വംശഹത്യ, CPM ഭരണകൂടത്തിൻ്റെ മറവിൽ അരങ്ങേറിയിട്ടുള്ള ബംഗാളിലെ ആ ക്രൂരതയുടെ ഭാഗ്യപത്രമാണോ നിലവിൽ പുറത്തു വന്നിട്ടുള്ളത് എന്ന അന്വേഷണമാണ് നടക്കുന്നത്. അശോക് നഗറിൽ അന്തരിച്ച CPM നേതാവ് ബിജൻ മുഖർജിയുടെ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കിടെയാണ് തറയിൽ നിന്ന് തലയോട്ടികളും അസ്ഥികളുമെല്ലാം തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. ഇതേ മേഖലയിൽ നിന്ന് അടുത്തിടെ ഒരു കിണർ വൃത്തിയാക്കുന്നതിനിടയിലും ഇത്തരത്തിൽ അസ്ഥികളും തലയോട്ടിയും ലഭിച്ചിരുന്നു. ആ കേസും ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഇതേ മേഖലയിൽ ബിജൻ മുഖർജിയുടെ വീടിൻ്റെ അറ്റകുറ്റപ്പണി നടക്കുന്നതിനിടെ തലയോട്ടികളും അസ്ഥികളും കണ്ടെത്തിയിട്ടുള്ളത്. ഗൗതം. പശ്ചിമ ബംഗാളിൽ അന്തരിച്ച CPM നേതാവിൻ്റെ വീടിൻ്റെ അറ്റകുറ്റപ്പണി നടക്കുമ്പോൾ ആ വീടിനകത്ത് നിന്നും തലയോട്ടികളും അതോടൊപ്പം തന്നെ അസ്ഥികളും ഒക്കെ കണ്ടെത്തിയിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് പോലീസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഊർജിതമാക്കി തുടങ്ങിയിരിക്കുന്നു. നമുക്ക് നോക്കാം എന്തായിരിക്കും ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത്. ഒരുപക്ഷെ ഇപ്പോൾ ഉയർന്ന വിമർശനം എന്നത് നേരത്തെ ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ മുൻപ് CPM ഭരണകാലത്തൊക്കെ പശ്ചിമ ബംഗാളിൽ വ്യാപകമായ അക്രമ രാഷ്ട്രീയം അരങ്ങേറിയിരുന്നു. ആ അക്രമ രാഷ്ട്രീയത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാകാം ഒരുപക്ഷെ ഈ CPM നേതാവിൻ്റെ വീട്ടിൽ നിന്നും ഈ അറ്റകുറ്റപ്പണിക്കിടെ ഇപ്പോൾ കണ്ടെത്തുന്നത് എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ജിഷ്ണുവാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.